ഹായ് ഗൗരി, എവിടെ പോയിട്ട് വരുന്നു? ഹോട്ടലിന്റെ ഇമെയിൽ ഐഡിയിൽ ഞങ്ങൾക്കൊരു അറ്റൻഷൻ മെസ്സേജ്. രാമേശ്വരത്ത് നിന്ന് സാക്ഷാൽ പരശുരാമൻ വരുന്നുണ്ടെന്ന്. എന്റെ നേരമ്മാവൻ. ഞാൻ ആവുന്നത്ര പറഞ്ഞതാ, പരശുനോടൊന്നും പറയണ്ടെന്ന്. ഇതിപ്പോ റിയാലിറ്റി ഷോയും റിഹേഴ്സലും ഒക്കെ ആയി ആകെ കുഴഞ്ഞു മറിഞ്ഞു പൊല്ലാപ്പാവുന്ന എനിക്ക് തോന്നുന്നേ. വരട്ടെ വിദ്യേച്ചി, എന്തിനാ ഇവിടുത്തെ അനുഭവങ്ങൾ നമ്മളായിട്ട് മറച്ചു വെക്കുന്നത്? എത്ര ദിവസം വെച്ചാ അവരുടെ വഷളത്തരങ്ങൾ നമ്മൾ സഹിക്കുക? എന്റെ മഹേശ്വരി ചേച്ചി, പരശുമാവൻ വന്ന് ഒരു അടിവര ഇടുന്നതോടെ ഈ പ്രശ്നം അവിടെ തീരും. അടിവരയോ? അതെന്താ? പറഞ്ഞാൽ അതിന്റെ രസം പോകും. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അഞ്ചാറ് വയറ് കഴിഞ്ഞ ഇതുകൊണ്ട് മക്കളെ തല്ലി തകർക്കല്ലേ. മുതലും പലിശ അടയ്ക്കാതെ അതിന്റെ സോഡാ കച്ചവടം ഇവിടെ വേണ്ടടാ. എന്റെ അച്ഛന്റെ ദേഹത്ത് കൈവെക്കുന്നോടാ. ബ്ലോക്ക് ചെയ്ത് തന്നെ വേണോ അഭ്യാസ പ്രകടനം? സ്വാമി പോയാട്ടെ, ഞങ്ങളുടെ അഭ്യാസം തൽക്കാലം ഇവിടെ നടന്നോട്ടെ. സ്വാമിയുടെ അഭ്യാസം അങ്ങ് ആശ്രമത്തിൽ കാണിച്ചാൽ മതി. അത് ശരിയാവില്ല ദുര്യോധന. അനീതി ചെയ്യുന്നവനെയും അത് ചെയ്യിക്കുന്നവനേക്കാളും വലിയ കുറ്റവാളിയാണ് അത് കണ്ടു നിൽക്കുന്നവൻ. അതുകൊണ്ട് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല, പ്രതികരിച്ചേ മതിയാവും. എന്നാ സ്വാമി സമയം കളയണ്ട, ഇങ്ങോട്ടൊന്ന് പ്രതികരിക്കും. എടുത്താട്ടെ, സഹകരിച്ചതിന് നന്ദി. ആ ബ്ലോക്ക് മാറ്റിയെടുക്കാൻ ഇതേ ഒരു മാർഗം ഞാൻ കണ്ടുള്ളൂ. ആ വന്നാട്ടെ. ഈ പട്ടേരി അടി തുടങ്ങിയ പിന്നിടയ്ക്ക് ബ്രേക്കോ കമേഴ്ഷ്യൽ ബ്രേക്കോ ഇല്ല. അടിക്കാൻ തന്നെ പരിപാടി. പിടിച്ചോ പിടിച്ചോന്ന് പറഞ്ഞിട്ടൊന്നും കിട്ടിയില്ലല്ലോ ദുര്യോധന, മോശം. 1-9 അതാണ് എന്റെ റേഡിയോ മാംഗോ. ഓം ശാന്തി ഓം. റെക്കോർഡിംഗ് 10 മണിയല്ലേ? 5:30 ഫ്ലൈറ്റിന് പോവാ. ശരി. യെസ്, കം ഇൻ. ഓം ശാന്തി ഓം. ആരാ? മനസ്സിലായില്ല. കേട്ടിട്ടില്ലേ?
പരശുരാമൻ, ദ സിക്സ്ത് ഇൻകാർണേഷൻ ഓഫ് മഹാവിഷ്ണു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രൻ. ദി സേജ് who is supposed to have reclaimed Kerala from the sea. കേരളത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്തവൻ പരശുരാമൻ. അത് സമ്മതിച്ചു. പക്ഷെ ഈ മുറിയിൽ നിന്ന് എന്തോ വീണ്ടെടുക്കാനാ സാറിന്റെ എഴുന്നള്ളത്ത്. ഓം ശാന്തി ഓം. ആ ഇനി അന്നെറിഞ്ഞ മഴു നമ്മുടെ കട്ടിലിനടിയിലെങ്ങാനും വന്ന് വീണോടാ യമുനെ? വീണിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞാൻ വീഴ്ത്തും. ഈ വീഴ്ത്തുമെന്ന് പറഞ്ഞ പുതുക്കര പള്ളിയിലെ പെരുന്നാളിന് നടത്തുന്ന കഞ്ഞിവീഴ്ത്തൽ നേർച്ചയോ മറ്റോ ആണ് ബ്രദർ? നേർച്ചയല്ല ചങ്ങാതിമാരെ, ഇതെന്റെ ഒരു വഴിപാടാണ്, അടിവഴിപാട്. പക്ഷെ വഴിപാട് ആരംഭിക്കുന്നതിന് മുമ്പ് പട്ടേരി ഒരു വര വരയ്ക്കും. അതിന്റെ പേരാണ് അടിവര. മനസ്സിലായില്ല? ഇല്ല. ദാ, അയ്യോ, ആദ്യത്തത് മാത്രമേ ഞാൻ അങ്ങോട്ട് പോയി കൊടുക്കാറുള്ളൂ, ബാക്കിയുള്ളത് ഇങ്ങോട്ട് വന്ന് വാങ്ങണം. കമോൺ, ക്വിക്ക് ക്വിക്ക്. നിങ്ങൾ എന്ത് അതിക്രമമായി കാട്ടുന്നേ? ആരാ നിങ്ങള്? വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലടോ, പരശുരാമൻ വന്നത് നിങ്ങളുടെ വാഴപ്പിണ്ടിത്തടിയിൽ മഴുവയ്ക്കാൻ. ഇനി കാര്യകാരണം എന്റെ കുഞ്ഞു പെങ്ങൾ ഗൗരിയോടെന്നല്ല, ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സ്ത്രീവസ്ത്രമണിഞ്ഞ ആരോടും നീയൊക്കെ അരുതാത്തത് പറഞ്ഞുകൂടാ, ചെയ്തുകൂടാ. മറിച്ചെങ്ങാനും സംഭവിച്ചാൽ ഞാൻ പരശുരാമനല്ല, പരമശിവനാവും. പാശുപതാസ്ത്രങ്ങളൊന്നും എടുത്ത് പ്രയോഗിക്കാൻ ഇടവരുത്തരുത്. തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഹസ്തശാസ്ത്ര ലക്ഷണപ്രകാരം ഈ ആയുർരേഖ ഇനി അധികം മുന്നോട്ട് ഗമിക്കുകയില്ല മക്കളെ. മരണം കൂടെയുണ്ടെന്നർത്ഥം. An early grave, അകാല മരണം. അതുകൊണ്ട് തന്നെ നിന്റെ ഈ രത്നമോതിരത്തിന് അധിക നാൾ ഈ വിരലിൽ കിടക്കാനുള്ള ഭാഗ്യയോഗവുമില്ല. നിശ്ചയം. ഓം ശാന്തി ഓം. ശാന്തി ഓം. ശാന്തി ഓം. ഓം ശാന്തി ഓം. ശാന്തി ഓം. എന്റെ പരശു, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പോലെ ഉണ്ടാകാൻ പോകുന്നു എന്റെ ഭഗവതി. ഭഗവതിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചേച്ചി. ചിലരുടെ കാര്യത്തിൽ അവർ നന്നാവാൻ 2 വാക്ക് മതി. പക്ഷേ ഇവന്മാരുടെ കാര്യത്തിൽ 2 അടി തന്നെ വേണം. മിഖായൽ മാലാഖ മാലാഖയാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. സാത്താനെ കണ്ടാൽ തല്ലും. ഞാൻ തല്ലി. അവർ രണ്ടുപേരും ജഡ്ജസ് ആയിരിക്കുന്നിടത്തോളം കാലം, ഇരിക്കുന്നിടത്തോളം കാലം ഇനി എന്തായാലും പോയിന്റ്സ് ഒന്നും പ്രതീക്ഷിക്കണ്ട. ക്ലാസ് കളയാതെ പാലക്കാട്ടേക്ക് തന്നെ മടങ്ങുന്നതാ നല്ലതെന്ന് തോന്നുന്നു. നീ വെറുതെ ഗസ്റ്റിമേറ്റ് ചെയ്യല്ലേ ഗൗരി. ഒരു കുഴപ്പവും സംഭവിക്കില്ല. നീ മത്സരിക്കുകയും ചെയ്യും, അവന്മാരൊരു തരികിടയുമില്ലാതെ മാർക്കിടുകയും ചെയ്യും. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടേ ഞാൻ ഇനി ഇവിടെ നിന്ന് ഗമിക്കുന്നു. പോരെ ഗൗരിക്കുട്ടി? താങ്ക് യു. എന്റെ പൊന്നാര പരശുവല്ലേ. ഏയ് പട്ടേടി സ്വാമി, പട്ടേടിയല്ല പട്ടേരി. നിങ്ങൾ എന്റെ ജഡ്ജസിന്റെ മുറിയിൽ കയറിയെന്നോ അവരോട് അപമര്യാദയായി പെരുമാറിയെന്നോ തല്ലിയെന്നോ ഒക്കെ കേട്ട്. ഓം ശാന്തി ഓം. ഷാരൂഖ് ഖാന്റെ പടം, ഷാരൂഖ് ഖാന്റെ. ജൂം ബറാബർ ജൂം. താൻ ഷാറൂഖ് ഖാന്റെ പടം പറഞ്ഞ ഞാൻ അമിതാഭ് ബച്ചന്റെ പടം പറയും. പുരാണ പ്രസിദ്ധമായ ന്യായകാണ്ഡത്തിൽ ശൃഗാല വേദാന്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശൃഗാലന്മാർ, അതായത് കുറുക്കന്മാരെ മടുവിന് വെട്ടിക്കൊല്ലണമെന്ന് ഭാരതീയ ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട്. ദുശാസനന്മാരെ മാറുപിളർത്തി കൊല്ലണമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ചെയ്തില്ലല്ലോ വത്സല. കേവലം 2 അടിയിൽ ഒതുക്കിയില്ലേ? 2 അടിയൊക്കെ അടിക്കാൻ ഏത് പ്രൈമറി സ്കൂൾ അധ്യാപകനും അവകാശമുണ്ട്. വേണ്ട, സ്വാമിയുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ വല്ല ഹിമാലയത്തിലോ സഹ്യപർവ്വതത്തിലോ മതി. ഇവിടെ വേണ്ട. ഇതേ ഉത്തമൻ വെള്ളായണിയുടെ കളമാ. സോറി വത്സ, സോറി. എന്നാ പിന്നെ ശൃഗാല വേദാന്തം എനിക്ക് തനിക്ക് നേരെയും പ്രയോഗിക്കേണ്ടി വരും. എന്നെ നിങ്ങൾക്ക് അറിയില്ല സ്വാമി. 5.5 വർഷം കളരി, കറാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്. മാഫിയ ശശി എന്റെ അമ്മായിയുടെ മകനാ. തിരുമലേ, ഇവിടെ പറയക്ക്. നീ ഉരുക്കുകോട്ടയിലേക്കൊന്ന് ഇടിച്ച് കാണിക്ക്. ഇതിന്റെ പവർ എന്താണെന്ന് സ്വാമി അറിയട്ടെ. ഞാൻ ഇടിക്കണോ സാർ?
നിന്നോട് ഞാനല്ല പറഞ്ഞത് ധൈര്യമായിട്ടിടി. അല്ല കടുങ്കൈ ഞാൻ ചെയ്യണോ? എടാ ഞാനല്ലേടാ കാരിരുമ്പാ. ഇടിക്കല്ലേ സ്വാമി? ആ വാ. അയ്യോ. ഓം ശാന്തി. ഓം. എന്തിനാണ് ഇടിച്ചത്? ഒടുക്കത്തേടി ഇടിച്ച്. സാറല്ലേ പറഞ്ഞ ഇടിക്കാൻ പറഞ്ഞത് പറഞ്ഞ് കൊല്ലാൻ പറഞ്ഞത് എന്നോട്. എന്റെ വയറിന്റെ കേബിൾ മുറിഞ്ഞു പോയി. സോറി സാർ, സോറി. എന്ത് സോറി? എനിക്ക് നന്നായിട്ട് വേദനിച്ചറിയോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വത്സ, കുറച്ചു നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നല്ലോ, എന്താ? ഓം ശാന്തി. ഓം. നമ്മളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. അത് ശരിയാണെന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിന്നിൽ ഒരു നിഴൽ, പക്ഷേ അത് ആരുടേതാണെന്ന് മാത്രം വ്യക്തമല്ല. ഭട്ടേരിയെ പോലെയുള്ള ഒരാൾ റൂമിൽ അതിക്രമിച്ച് കടന്ന് നമ്മുടെ മേൽ കൈവെക്കണമെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളോട് മറച്ചു വയ്ക്കുന്ന എന്തോ ഉണ്ട്. അത് പ്രതികാരമാവാം, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും വികാരമാവാം. ഏയ്, ആ നിഴൽ അയാളാവില്ല. അയാൾക്ക് നമ്മളോട് ഏതോ പൂർവ്വകാല ബന്ധം, ഏതോ പാലക്കാടൻ പട്ടതിരി. അത് വിട്ടുകളാ. വിട്ടുകളയാൻ വരട്ടട യമുനെ. അവന്റെ കാവിയിലും കൗടിയിലും എവിടെയോ ഒരു ദുരൂഹതയുണ്ട്. അത് കണ്ടുപിടിച്ചേ മതിയാവും. ഞാനൊന്ന് കോഴിക്കോട്ടേക്ക് വിളിക്കട്ടെ കണ്ടുപിടുത്തങ്ങളുടെ ഉസ്താദിനെ. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന മാനാഞ്ചിറ കുട്ടിച്ചാത്തൻ, നമ്മുടെ അക്ബർ ബാദുഷ. ഹലോ അക്ബർജി. രാധികയുടെ അമ്മയല്ലേ? ഞാനങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. പുഷ്പയുടെ ചേച്ചിയാ. ഒരു മിനിറ്റ്. ഓ, പുഷ്പയുടെ ചേച്ചിയോ? അതെ, 20-ാം തീയതി ഷൂട്ട് വെച്ചിരിക്കുന്നേ. ഒരു മിനിറ്റ്. അതെ മാഡം, ഉത്തമൻ തന്നെ. അക്കോമഡേഷനൊക്കെ ഫോർട്ട് ഹോട്ടലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് പോരെ. ഞാനില്ല ഇവിടെ. സാറിന്ന് വിളിക്കണ്ടെന്ന് ഉത്തമേട്ടാന്ന് വിളിച്ചാൽ മതി. അതാ എനിക്കിഷ്ടം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഓക്കെ. ഫോണിൽ കൂടെ സാറങ്ങ് പൂത്തൊലയാണല്ലേ. നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്, ഞാൻ കാപ്പറപ്പിക്കാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഓ, ചോദിച്ചോ. നല്ല ചോക എന്നുള്ള പെങ്കൊച്ചുങ്ങള് നമ്മുടെ പ്രോഗ്രാമിലുള്ള സ്ഥിതിക്ക് എന്തിനാ ഈ 30 കഴിഞ്ഞ ചേച്ചിമാരെ അമ്മമാരെ സാറ് തെരഞ്ഞു പിടിച്ച് വളയ്ക്കുന്നത്? എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് 30ഉം 35ഉം ഒക്കെയാടാ സുരക്ഷിതം. അത് സഹകരണ ബാങ്കാ. 18ഉം 19ഉം ഒക്കെ നാഷണലൈസ്ഡ് ബാങ്കാ. നമ്മുടെ തറവാട് വരെ കൊണ്ടുപോകും. ഒടുവിൽ എനിക്ക് പൂജപ്പുരോ വീരോ വന്ന് കാണേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് എന്റെ പേടി. തിരുമലേ, പിന്നെ തിരുമലേ, നീ ആ നാക്കൊന്ന് നീട്ടിയേ. ഓ, ആശ്വാസമായി. കരുനാക്കല്ല. ഒരു ഫോൺ. റോങ് നമ്പർ. എനിക്ക് സമയമില്ല. ഹലോ, റോങ് നമ്പർ. പിന്നെ വിളിച്ചോളാം. സാറേ ക്ലോസിംഗ് ടൈമായി. പോകുന്നില്ലേ? പ്രത്യേക ബുള്ളറ്റിലേക്ക് സ്വാഗതം. പ്രശസ്ത സംഗീത സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ ഗംഗ യമുന പ്രസാദുമാരിലെ ഗംഗാ പ്രസാദിനെ ഇന്നലെ രാത്രി മുതൽ കാണാതായി. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ചുവന്ന സഫാരി കാർ മുറിഞ്ഞ പാലത്തിനടുത്ത് ഇടവഴിയിൽ പാർക്ക് ലൈറ്റുകൾ പ്രകാശിച്ച നിലയിൽ ഇന്ന് രാവിലെ പോലീസ് കണ്ടെത്തി. വാഹനത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും പേഴ്സണൽ ബാഗും ഉണ്ടായിരുന്നു.
ഗ്ലോബൽ വിഷൻ ചാനലിലെ സിംഗർ സ്റ്റാർ പരിപാടിയുടെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 15 ദിവസമായി ഗംഗാപ്രസാദ് നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ താമസിച്ചു വരികയായിരുന്നു. ഗംഗാപ്രസാദിന്റെ ദുരൂഹത നിറഞ്ഞ തിരോധാനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനോജ് ബി നായർ ഇപ്പോൾ ലൈനിലുണ്ട്. മനോജ്, ഇതാകെ കുഴപ്പമായല്ലോടാ കാർത്തികേ. എന്തോന്ന് കുഴപ്പം? നിന്റെ അപ്പം കണിയാങ്കുളം പാപ്പിയൊന്നുമല്ലോ കാണാതായിരിക്കുന്നത്. ആ TV ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. ഹലോ, ആ ഓക്കെ, വണ്ടി എടുക്കണു. ക്ഷണിക്കാതെ വന്നതിൽ ക്ഷമിക്കണം. പടച്ചതമ്പരാന്റെ ഒരു വിളി ഉണ്ടായിരുന്നേ, അതുകൊണ്ട് വന്നതാ. ബുദ്ധിമുട്ടായില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾ അടിച്ചടി എല്ലാം മിസ്സായി. ഈ അടി മതിയുടെ മിസ്സിസ് ആവാൻ. ഹലോ, ഓക്കെ സാർ. ഓക്കെ വാഹിദ്, താങ്ക് യു സാർ. വാം വെൽക്കം മിസ്റ്റർ സുധീരൻ. തന്നെ തമിഴ്നാട് കേടറിന്ന് മറ്റേതോ ഗോകർണത്തേക്ക് തട്ടിയെന്ന് കേട്ടല്ലോ. ഗോകർണമല്ലടോ, വിശാഖപട്ടണം. ഇനി വിശാലമായെന്ന് വിശ്രമിക്കാമല്ലോ. ഇത്ര നാളും കരുണാമയനായ കരുണാനിധിയെ സേവിച്ച് തളർന്നതല്ലേ. അതിരിക്കട്ടെ, ആ പോയ സർക്കിളിന്റെ ഫേസ് എനിക്ക് വളരെ ഫെമിലിയർ ആണല്ലോ.
ഏത് ബാച്ചാ? 1989. വാഹിദ് അബ്ദുറഹ്മാൻ ഹാജി. സർവീസിലെത്തിയതിനു ശേഷം 3 വട്ടം മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത വാഹിദിന് ഇന്ത്യൻ പോലീസ് സേനയിലെ ഏക ഹാജിയാർ എന്ന ബഹുമതി വേണമെങ്കിൽ കൊടുക്കാം. ഡ്യൂട്ടി ഏതായാലും 5 നേരം നിസ്കാരം മുടക്കാറേയില്ല. ഭക്തി പോലെ തന്നെ നീതി നടപ്പാക്കുന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഹാജിയാരുടെ മുന്നിലേക്ക് സത്യം ഓടിയെത്തും എന്നൊക്കെയാണ് പറയാറ്. ഇപ്പോൾ സംഗീത സംവിധായകൻ ഗംഗാപ്രസാദിന്റെ തിരോധാനം അന്വേഷിക്കാൻ വാഹിദ് അബ്ദുറഹ്മാൻ ഹാജി തൊപ്പി ധരിച്ചു കഴിഞ്ഞു. റംസാൻ മാസത്തിലെ പിറ പോലെ സത്യം തെളിയുക തന്നെ ചെയ്യുമടോ. തന്റെ പ്രശംസ കേട്ടിട്ട് കക്ഷി തന്റെ പെറ്റ് സബോർഡിനേറ്റ് ആണെന്ന് വ്യക്തം. സത്യം. പക്ഷേ വാഹിദിന്റെ മുന്നിൽ ഞാൻ സ്ട്രിക്റ്റ് ഓഫീസറാ. ആക്സിലറേറ്റഡ് ഹൈപ്പർ ടെൻഷനായി പോയി. നന്നായി കെയർ ചെയ്തേ പറ്റൂ. തൽക്കാലം ഞാനൊരു നൈട്രോപ്പിസൈഡ് ഇഞ്ചക്ഷൻ കൊടുക്കാം. 2-3 ഡേയ്സ് ഒബ്സർവേഷൻ അത്യാവശ്യമാണ്. ആ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ റഹ്മാൻ ഹാജി യമുന പ്രസാദ് സാറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഹോട്ടലിൽ വെയിറ്റ് നോ നെവർ. ഈ കണ്ടീഷനിൽ അതൊന്നും പറ്റില്ല. ഇൻട്രാവീനസ് മെഡിക്കേഷനിലുള്ള ഒരു പേഷ്യന്റിനെ ഒരു പോലീസുകാരനും ചോദ്യം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അയാൾക്ക് ആവശ്യമായ വിവരങ്ങൾ തൽക്കാലം ഉത്തമം ചെന്ന് പറഞ്ഞു കൊടുക്ക്. എന്നിട്ടും അയാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം അയാളുടെ സുപ്പീരിയർ ഓഫീസറെ. ശരി ഡോക്ടർ, ഞാൻ ചെന്ന് വിവരം പറയട്ടെ. പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഗംഗാപ്രസാദ് പോവാനിടയായ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും? അവർ പരസ്പരം അറിയാതെ പോകുന്ന ഒരു സ്ഥലവുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എവിടെ പോയാലും മൊബൈലും കൊണ്ടുപോകും. അഥവാ മറന്നതാണെങ്കിൽ യമുന പ്രസാദിന്റെ നമ്പറിലേക്കെങ്കിലും ഒന്ന് വിളിക്കണ്ടേ? താങ്കൾ ആരെയോ ഭയപ്പെടുന്ന പോലെ. എന്താ പറയേണ്ടത്? ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ പല പാർട്ടിസിപ്പൻസിനും പാരൻസിനും അവരോട് ദേഷ്യമാ. എല്ലാവർക്കും ഒരുപോലെ മാർക്ക് കൊടുക്കാൻ പറ്റുമോ? അത്തരം കുശുമ്പ് അസൂയൊന്നും ഇത്തരം മാൻ മിസ്സിംഗ് വരെ ചെന്ന് എത്തോ? പെമ്പിള്ളേരോട് കാണിക്കുന്ന വഷളത്തരത്തിനെ ഏതെങ്കിലും പേരൻസ് പിടിച്ചോണ്ട് പോയി കൈകാര്യം ചെയ്യാനും മതി. ഓഹോ, അപ്പൊ ഗംഗാപ്രസാദിനോട് വൈരാഗ്യമുള്ളൊരു പലരും ഈ കൂട്ടത്തിലുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല മഹേശ്വരി ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാ? അല്ല സാറേ, ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നത്. എന്നിട്ട് കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ പ്രൊഡ്യൂസർ സാറേ ഇവരെല്ലാരും പറയുന്നേ. അത് സാറേ, ഏത് കുടുംബത്തിലും കാണുമല്ലോ പേര് കളയാൻ വേണ്ടി ചില എംബൊക്കെ. സാറ് എന്നെ സാറിന്റെ കാര്യം വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാ? ഇവനേതാ? ഇവനെന്റെ വിവരമില്ലാത്ത സെക്രട്ടറി. ഞാൻ തിരുമലൊക്കെ വീട്ടിൽ വാ തുറക്കാറാമ സാറ് പറയും. ഇങ്ങോട്ട് മാറി നിൽക്കണം. താങ്കൾ പറഞ്ഞ കാരണം അത്രയും ക്ലിയർ ആയില്ലല്ലോ. എന്തെങ്കിലും പെക്യുലർ ഇൻസിഡൻസ്? സാറേ, അത് ഗംഗാപ്രസാദിനെ കാണാതായ തലേ രാത്രി ആ കുട്ടിയുടെ അങ്കിളാണെന്ന് പറഞ്ഞൊരാൾ അവരുടെ മുറിയിൽ ചെന്നിരുന്നു. പറഞ്ഞ പോലെ എവിടെ പോയി അയാള്? എല്ലാവരോടും ഉണ്ടാവണം ഞാൻ പറഞ്ഞല്ലേ? പരിശുമാവ് മുറിയിലുണ്ട് സർ. കുമ്മാവനോട് മുറിയിൽ ഉണ്ടാക്കാനല്ല പറഞ്ഞേ, ഇവിടെ ഉണ്ടാക്കാനാ പറഞ്ഞേ. രാഗകാലം കഴിയാതെ പറിച്ചു പുറത്തിറങ്ങാറില്ല, അതുകൊണ്ടാ സാർ. ഓ, ഏതും കാതും മാത്രം നോക്കുള്ളൂ, അതോ ഗുളിയന് യമകണ്ട കാലം നോക്കോ? എടാ സുലാലേ, പോയി വിളിച്ചിട്ട് വാടാ ഗുളിയനെ. അയാൾക്ക് സമയം നല്ല കാലമാണോ കഷ്ടകാലമാണോന്ന് ഞാനൊന്ന് കവടി നിരത്തി നോക്കട്ടെ. വരണം പ്രേമസുലാൽ, വരണം. കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചുവല്ലേ സർക്കിൾ ഇൻസ്പെക്ടർ വാഹിദ് അബ്ദുൾ റഹ്മാൻ ഹാജി? എങ്ങനെ മനസ്സിലാക്കി എന്നാലോചിച്ച് അതിശയിക്കേണ്ട പ്രേമസുലാൽ, അതാണ് ലക്ഷണശാസ്ത്രം. സ്വാമി, പ്രേമസുലാലിന്റെ ഈ പേര് കാർന്നോമാരായിട്ടിട്ടതാണ്. അല്ല സാറേ, അല്ല സ്വാമി, അവരിട്ട പേര് പൈതലെന്നാ.
അയ്യോ പാവം. പൈതൽ എങ്ങനെ പ്രേമസുലാലായി? അത് ഞാൻ തന്നെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് മാറ്റിയതാ. ഇപ്പൊ എന്റെ പേരിനകത്ത് പ്രേം നസീറുണ്ട്, മമ്മൂട്ടിയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, മോഹൻലാലുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ സ്വാമി. ഞാൻ അകത്തേക്ക് വലിക്കുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലും വരെ സിനിമയുണ്ട്. തൽക്കാലം നമുക്ക് വാഹിദേമാനെ കാണാം. നടന്നാലും വന്നാട്ടെ വന്നാട്ടെ. ഓം ശാന്തി. ശാന്തി ശാന്തി. അന്ന് രാത്രി പട്ടേരി വന്ന് ഗംഗാപ്രസാദിനോട് എന്താണ് മോശമായി പെരുമാറിയെന്ന് മാത്രം താങ്കൾ എന്നോട് പറഞ്ഞില്ല. അതിനുത്തരം ഈ ഭട്ടേരി പറയും. പറയണം പറയണം. അന്ന് രാത്രി ഞാൻ അവരുടെ മുറിയിൽ ചെന്ന് അടിവരയിട്ട് ചില കാര്യങ്ങൾ ഊന്നി പറഞ്ഞു. പിന്നെ അറിയാവുന്ന ലക്ഷണശാസ്ത്ര പ്രകാരം കൈപിടിച്ചു നോക്കി ഭാവി ഭൂതം, പിന്നെ കൂടെ 2 നല്ല വർത്താനവും പറഞ്ഞു. അതിലെന്താ തെറ്റ്? ലക്ഷണശാസ്ത്രം, അതിന്റെ ബലത്തിലാണ് താൻ ആളുകളെ കയ്യിലെടുക്കണതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ലക്ഷണശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവും ഒക്കെ പോലീസുകാർക്ക് പ്രയോജനപ്പെടുന്ന സയൻസ് ആണ് സർ. ആണോ? അടിസ്ഥാനപരമായി ഏതു മനുഷ്യനും ലക്ഷണശാസ്ത്രം അറിയുന്നവനാണ്. ആകാശത്ത് കാർമേഘങ്ങൾ കാണുമ്പോൾ മഴ പെയ്യുമെന്ന് ഏത് കുട്ടിയും പറയുന്നത് ഉദാഹരണം. എന്നാൽ ആകാശത്തിന്റെ ഏത് കോണിലെ ഏത് മേഘം എപ്പോൾ പെയ്യുമെന്ന് പറയുന്ന വയൽ മുത്തശ്ശന്മാരെയും കടൽ മുത്തശ്ശന്മാരെയും സാറ് കണ്ടിട്ടുണ്ടാവില്ല. കേസ് അന്വേഷണത്തിൽ ലക്ഷണശാസ്ത്രത്തെ ആശ്രയിച്ച ഷെർലക് ഹോംസ് ലോക പോലീസുകാർക്ക് പാഠപുസ്തകം. പ്രകൃതി നമുക്കായി ചില അടയാളങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. മഴ വരും മുമ്പേ വീടുകളിലെത്തുന്ന ഉറുമ്പുകൾ അതറിയുന്നു. പ്രകൃതി ക്ഷോഭത്തിന് മുമ്പ് നാൽക്കാലികളും അതറിയുന്നു. ഇതെല്ലാം ശാസ്ത്രമാണ്. ചില ഇരുകാലികൾ തെറ്റുമറയ്ക്കാനും പാപം പൂഴ്ത്തി വെക്കാനും ഈ പറഞ്ഞ ശാസ്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതെ, രാഷ്ട്രീയ ദല്ലാളന്മാരെ കൂട്ടുപിടിച്ച് പോലീസ് പങ്കുകച്ചവടം നടത്തുന്നത് പോലെ അല്ലേ സ്വാമി? ദാ ഇപ്പൊ തന്നെ ലക്ഷണശാസ്ത്ര പ്രകാരം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് താങ്കളെ തേടിയെത്തിയിരിക്കുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്യൂ സ്വാമി. ഹലോ, യെസ്, വിത്തിൻ നോ ടൈം ഐ വിൽ റീച്ച് ദാറ്റ്. പ്രഭാഷണൊക്കെ സത്രവേദിയിലോ യജ്ഞവേദിയിലോ ആകാൻ സ്വാമി. ഇപ്പൊ തൽക്കാലം 10 രാമനാരായണം ജപിച്ച് വന്ന് വണ്ടി കയറ്. സ്വാമിയുടെ തപസ്സും പ്രസംഗൊക്കെ അങ്ങ് സബ് ജയിലിലേക്ക് മാറ്റാനുള്ള ഒരു തൊണ്ടി ഞാൻ കാണിച്ചു തരാം. വന്ന് വണ്ടി കയറിയാട്ടെ.